റീസെൻറ്റ് ടൈംസിൽ വളരെയധികം പോപ്പുലറായ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ദ വെജിറ്റേറിയൻ. ഇതിൻ്റെ ഓഥറായിട്ടുള്ള ഹാങ്കാങ്ങിന് 2024 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയതിന് ശേഷമാണ് ഈ ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവൽ വീണ്ടും റീഡേഴ്സിൻ്റെ ഇടയിൽ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് ഈസ് നോട്ട് അബൌട്ട് വെജിറ്റേറിയനിസം. ഒരു ക്യുക്ക് ഡിസ്ക്ലെയിമർ: ഇതൊരു ലൈറ്റ് റീഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല. ഇതിൻ്റെ പല സ്ഥലങ്ങളിലും റീഡേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകാം. മൊത്തത്തിൽ ഈ ബുക്കിന് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സിലൂടെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഇമോഷണൽ ലെയേഴ്സ് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. ആദ്യം വായിച്ചപ്പോൾ അധികം ഒന്നും മനസ്സിലായില്ലെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല ഹിഡൻ ലെയേഴ്സും പിന്നീട് ഡിസ്കവർ ചെയ്യാൻ പറ്റി. യോൻഹ എന്നൊരു സൗത്ത് കൊറിയൻ ലേഡി പെട്ടെന്ന് ഒരു ദിവസം മീറ്റ് കഴിക്കുന്നത് നിർത്തി. അതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും യോൻഹായെക്കുറിച്ചുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന 3 പേരുടെ പേഴ്സ്പെക്റ്റീവ്സുമാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. ഒറ്റപ്പെടുത്തലുകൾക്കും അമർഷങ്ങൾക്കുമെതിരെ തൻ്റെ ശരീരവും മനസ്സും കൊട്ടിയടിച്ച് സമരം ചെയ്യുന്ന യോൻഹായെ നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണാം. റീഡേഴ്സിന് സ്വന്തം പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കേണ്ട ഒത്തിരി ഏരിയാസ് ഈ പുസ്തകത്തിലുടനീളമുണ്ട്. ലാസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് നിർത്തുന്നത്. ഇങ്ങനെ ഒത്തിരി മൈൻഡ്ഫുൾ അൺവൈൻഡിങ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത് റീഡേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി ചർച്ചയാക്കപ്പെടുന്നത്. പുസ്തകം വായിച്ചിട്ടുള്ളവർ എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്.